അങ്ങനെ കാടിറങ്ങി നമ്മൾ നേരെ പോവുകയാണ്. ഈ പോകുന്ന ഐഷാസ് ബസ്സാണ് മാമലക്കണ്ടത്തേക്കുള്ള ലാസ്റ്റ് ബസ്. ഈ കാണുന്ന ബസ് സ്റ്റോപ്പാണ് മാമലക്കണ്ടത്തേക്ക് പോകാനുള്ള ഏക ബസ് സ്റ്റോപ്പ്. അതും കാടിൻ്റെ നടുവിലാണ്. അങ്ങനെ ഈ സീസണിലെ വീഡിയോ നമ്മൾ മാമലക്കണ്ടത്തോട് വിട പറഞ്ഞ് മാമലക്കണ്ടത്ത് നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. ഇതും കോതമംഗലത്ത് നിന്ന് വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. പലരും കേട്ടിട്ടുണ്ടാവും പുലിമുരുകനും ഷിക്കാറും ഒക്കെ പിടിച്ച, അതായത് പുലിമുരുകനും ഷിക്കാറും എന്ന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു പാലത്തെക്കുറിച്ചും ആ പാലം സ്ഥിതി ചെയ്യുന്ന കാടിനെക്കുറിച്ചും. യെസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് പോയംകുട്ടിയിലേക്കാണ്. മാമലക്കണ്ടത്ത് നിന്നും ഇറങ്ങിയിട്ട് വളരെ അടുത്തായിട്ടുള്ള പോയംകുട്ടി എന്ന ഗ്രാമം വളരെ ഭംഗിയുള്ള ഒരു കാടാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ്. നമ്മൾ പോകുന്ന റോഡിൻ്റെ സൈഡിനോട് ചേർന്ന് ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയാണ് പോയംകുട്ടി പുഴ. ഈ ഗ്രാമത്തിൻ്റെയും പോയംകുട്ടിയുടെയും ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്ത് തന്നെ നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് ബ്ലാവന എന്ന് പറയുന്ന ഒരു ജങ്കാർ സർവീസ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. ഈ ബ്ലാവന എന്ന ജങ്കാർ സർവീസ് ഉള്ള സ്ഥലത്ത് നിന്നാണ് അടുത്ത ഗ്രാമത്തിലേക്കുള്ള ഏക ജങ്കാർ സർവീസ് മാർഗം. ജങ്കാർ സർവീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ മോട്ടോഴ്സൊക്കെ വെച്ചുള്ള ഒരു വലിയ സെറ്റപ്പ് ആണെന്നൊന്നും കരുതണ്ട. ഇത് ഒരാളെ കൊണ്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ ജസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലേ വഞ്ചിയൊക്കെ തുഴഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ നല്ല ഒഴുക്കുള്ള സമയത്ത് ഇതുപോലുള്ള കയറുകളിലൊക്കെ പിടിച്ചാണ് ഇവരൊരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്കുള്ള ആ ഒരു ട്രാവലിംഗ് നടത്തുന്നത്. ജങ്കാർ സർവീസിൽ ജീപ്പ് അല്ലെങ്കിൽ 2-3 ബൈക്കുകളും പിന്നെ ആളുകളും മാത്രമേ ഉള്ളൂ. കാരണം ഈ ബ്ലാവന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ അധികം ആൾക്കാരൊന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങടേക്കും ഇങ്ങടേക്കുള്ള ഒരു ട്രാവലിംഗ് നടത്തുന്നത്. അപ്പോൾ അതിനുള്ള ഏക മാർഗം ഈ ജങ്കാറ് മാത്രമാണ്. ഈ പോയംകുട്ടി പുഴയുടെ നടുക്കുള്ള ഈ ഒരു കാഴ്ച കാണാൻ മാത്രമായിട്ട് ബ്ലാവനയിലേക്ക് ഒത്തിരി പേര് വരുന്നുണ്ട്. അതും മൺസൂൺ ടൈമിൽ കാണാൻ വളരെ ഭംഗിയാണ്. കാടിന് നടുക്കുള്ള ഒരു കൊച്ചു പുഴയാണ്. അതും അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത വെള്ളമാണ്. പക്ഷേ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഹൈറ്റും കുത്തൊഴുക്കും വളരെ കൂടുതലാവും. അന്നേരമൊക്കെ ഈ ജങ്കാർ സർവീസ് ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. കാണാം, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാകണമെങ്കിൽ ഈ ജങ്കാർ സർവീസ് ഉണ്ടാവണമല്ലോ. ഓരോ വണ്ടികളും പോയി വന്നു കഴിയുമ്പോൾ കാണുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇവിടെ നിന്നാൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം ഹാപ്പിനെസ് ആണ്. അങ്ങനെ നമ്മൾ ബ്ലാവനയിൽ നിന്നും നമ്മുടെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഈ കാണുന്ന ബോർഡ് വായിച്ചിട്ട് വേണം ലെഫ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പോയംകുട്ടി ബ്രിഡ്ജ് കാണാൻ. ഓക്കെ, ഈ കാണുന്ന ചെറിയ നാരോയിട്ടുള്ള വഴി അത് ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ആ വഴി നേരെ ചെന്ന് നമ്മൾ ഒരു വളവൊക്കെ വളഞ്ഞ് നേരെ ചെന്ന് ഇറങ്ങുന്നതാണ് ദ ഫേമസ് പോയംകുട്ടി ബ്രിഡ്ജ്. ഈ കൊച്ചു പുഴയുടെ മുകളിലൂടെ പോകുന്ന അധികം ഹൈറ്റൊന്നും ഇല്ലാത്തൊരു ബ്രിഡ്ജാണിത്. കൈവരികളൊന്നുമില്ല. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. പല സിനിമകളിലും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുലിമുരുകൻ, ഷിക്കാർ തുടങ്ങിയ പല സിനിമകളിലും ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് അവർ തിരഞ്ഞെടുത്തേക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് കയറി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടാവുന്നത്. സോ മാമലക്കണ്ടം വരുന്നവരെന്തായാലും പോയംകുട്ടി ഒന്ന് കയറാൻ ശ്രമിക്കാം. പോയംകുട്ടി കയറി ഒരുപാടൊന്നുമില്ല, കാരണം കയറ്റി വിടാത്ത കുറേ സ്ഥലങ്ങൾ പോയംകുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇവിടെ കണ്ടോ വലിയ മരങ്ങൾ, എൻ്റെ ബാക്കിൽ കണ്ടോ വലിയ മരങ്ങൾ. പിന്നെ ഒരു റിവർ ക്രോസിംഗ് ആയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ട്. റിവർ ക്രോസിംഗ് അല്ല, ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് നല്ല റെയിനി സീസണൊക്കെ വരുമ്പോണ്ടല്ലോ ആ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ വെള്ളവും പോവും. അതുപോലെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബസ്സുകളൊക്കെ കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒക്കെ പോകുന്ന നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അതിൽ മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് 2 വീലേഴ്സിനൊക്കെ വന്നിട്ട് പാസ് ചെയ്യാം. 2 വീലേഴ്സ് ആണെങ്കിലും 4 വീലേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കൂടി പാസ് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മൺസൂൺ വരാറായിട്ടുള്ളൂ, അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ് ഈ പറഞ്ഞ സ്ഥലത്ത്. എന്നാലും നമ്മൾ മാമലക്കണ്ടം വരുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പൂവൻകുട്ടിയുടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് മാത്രമേ പോവാം.
അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.